കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സുഡാന് പുതിയ മാനുഷിക ധനസഹായം പ്രഖ്യാപിച്ച് UK സർക്കാർ. അന്താരാഷ്ട്ര പ്രതിനിധികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ലണ്ടൻ സുഡാൻ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് UK സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. ആഫ്രിക്കൻ യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, UAE, കെന്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ സുഡാനിൽ വെടിനിർത്തൽ ചർച്ചകൾ സുഗമമാക്കുന്നതിനായി ഒരു കോൺടാക്ട് ഗ്രൂപ്പ് സ്ഥാപിക്കാനുള്ള ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ശ്രമം അറബ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ പരാജയപ്പെട്ടു. ഈ പ്രസ്താവനയെ ചൊല്ലി ഈജിപ്ത്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുണ്ടായ തർക്കം മൂലം സുഡാനിലെ 2 വർഷത്തെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നയതന്ത്ര തിരിച്ചടിയായി. ചൊവ്വാഴ്ച വൈകുന്നേരം അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവനായ മുഹമ്മദ് ഹംദാൻ ദഗലോ സൈന്യത്തിന്റെ പിന്തുണയുള്ള ഭരണകൂടത്തിനെതിരായി ഒരു സർക്കാർ സ്ഥാപിക്കുന്നതായി പ്രഖ്യാപിച്ചതോടെ സംഘർഷത്തിന് ചർച്ചയിലൂടെയുള്ള അന്ത്യം കുറിക്കുമെന്ന പ്രതീക്ഷകൾ കൂടുതൽ മങ്ങി. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് സുഡാൻ കടന്നുപോകുന്നത്. 3 കോടിയിലധികം ആളുകൾക്ക് അടിയന്തര സഹായം ആവശ്യമാണ്. കടുത്ത ക്ഷാമം പടരുന്ന സുഡാനിൽ 12 ദശലക്ഷത്തിലധികം സ്ത്രീകളും പെൺകുട്ടികളും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യത കൂടുതലാണെന്നും സമ്മേളനം പറയുന്നു. ഇന്ന് പ്രഖ്യാപിച്ച പുതിയ 120 മില്യൺ പൗണ്ട് ധനസഹായം ദുർബലരായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ രക്ഷിക്കുന്ന ഭക്ഷണ പോഷകാഹാര സാമഗ്രികൾ എത്തിക്കുകയും ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്ക് അടിയന്തര സഹായം നൽകുകയും ചെയ്യുമെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. പണിമുടക്ക് അവസാനിപ്പിക്കാനുള്ള കരാർ ബർമിംഗ്ഹാം ബിൻ കളക്ഷൻ തൊഴിലാളികൾ നിരസിച്ചതോടെ ബർമിംഗ്ഹാം സിറ്റിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. മാർച്ച് 11 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയ ബിൻ കളക്ഷൻ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന യുണൈറ്റും കൗൺസിലും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ വൻതോതിൽ വോട്ട് ചെയ്താണ് സിറ്റി കൗൺസിലിന്റെ പുതിയ വേതന കരാർ നിരസിച്ചത്. ഗണ്യമായ ശമ്പളം വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടുന്ന തികച്ചും അപര്യാപ്തമായ ഓഫറാണിതെന്നാണ് യൂണിയൻ വിശേഷിപ്പിച്ചത്. തെരുവുകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ കൗൺസിലിനെ സഹായിക്കുന്നതിന് പ്രവർത്തന ആസൂത്രണ വൈദഗ്ധ്യമുള്ള സൈനികരെ കൊണ്ടുവന്നതായി തിങ്കളാഴ്ച നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു. മാർച്ചിൽ 17,000 ടൺ മാലിന്യം ശേഖരിക്കാതെ തെരുവുകളിൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ലേബർ പാർട്ടി ഭരിക്കുന്ന ബർമിംഗ്ഹാം സിറ്റി കൗൺസിൽ എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു. പ്രതിദിനം 1500 ടൺ മാലിന്യം ഇപ്പോൾ നീക്കം ചെയ്യുന്നുണ്ടെന്നും ഏകദേശം 100-120 മാലിന്യ ശേഖരണ വാഹനങ്ങൾ എല്ലാ ദിവസവും പുറപ്പെടുന്നുണ്ടെന്നും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട 15 വാർഡുകൾക്ക് മുൻഗണന നൽകുമെന്നും സിറ്റി കൗൺസിൽ പറഞ്ഞു. മാലിന്യ ശേഖരണം താറുമാറായതോടെ പട്ടണത്തിൽ എലികളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ നിന്ന് നിയമവിരുദ്ധമായി ഭൂമി കൈപ്പറ്റിയെന്നാരോപിച്ച് തനിക്കെതിരെ ബംഗ്ലാദേശ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് UK മുൻ നഗരകാര്യമന്ത്രി തുലിപ് സിദ്ദിഖി തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഹാംസ്റ്റഡ് ആൻഡ് ഹൈഗേറ്റ് MP ബംഗ്ലാദേശ് അധികൃതർ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും തന്റെ അഭിഭാഷകർ ബംഗ്ലാദേശ് അധികാരികൾക്ക് മുൻകൂട്ടി കത്തെഴുതിയിട്ടും അവർ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ മുൻ ഭരണാധികാരികളുമായുള്ള ബന്ധം വഴി തലസ്ഥാനമായ ധാക്കയിലെ നയതന്ത്ര മേഖലയിൽ 670 ചതുരശ്ര മീറ്റർ സ്ഥലം 42-കാരിയായ തുലിപ് സിദ്ദിഖിക്ക് ലഭിച്ചതായി ബംഗ്ലാദേശ് അഴിമതി വിരുദ്ധ കമ്മീഷൻ ആരോപിച്ചതായി സൺഡേ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു. UKയും ബംഗ്ലാദേശും തമ്മിൽ ഔപചാരികമായ കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയില്ല. സിദ്ദിഖിനെതിരായ കുറ്റം ചുമത്തലിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ധാക്കയിൽ ഭൂമി കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ യാതൊരു സത്യവുമില്ലെന്നും സിദ്ദിഖിന്റെ പ്രതിനിധി പറഞ്ഞു. ഹസീനയുടെ സർക്കാരിന്റെ സഖ്യകക്ഷികൾ തനിക്കും കുടുംബത്തിനും നൽകിയ സ്വത്തുക്കൾ ഉപയോഗിച്ചതിനെ ചൊല്ലിയുള്ള കോലാഹലം ലേബർ സർക്കാരിന് ദോഷം വരുത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തുലിപ് സിദ്ദിഖി ജനുവരിയിൽ ട്രഷറിയുടെ സാമ്പത്തിക സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. UKയുടെ ചില ഭാഗങ്ങളിൽ ഈ ആഴ്ച കനത്ത മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും തണുപ്പും ഈർപ്പവും കൂടുതലുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഈ ആഴ്ച തെക്ക് കിഴക്കൻ മേഖലയിൽ ഒറ്റപ്പെട്ട ഇടിമിന്നൽ ഉണ്ടാകുമെന്നും വടക്ക് പടിഞ്ഞാറൻ വെസ്റ്റ് മിഡ്ലൻഡ്സ് മേഖലകളിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. പോർച്ചുഗലിന് സമീപമുള്ള ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്.
അമേരിക്കൻ സർവകലാശാലകൾക്കെതിരായി പോരിനുറച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയായ ഹാർവാർഡ് സർവകലാശാലയുടെ $2 ബില്യൺ ഫെഡറൽ ഫണ്ടുകൾ മരവിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം സർവകലാശാല അനുഭവിക്കുന്ന വിലപ്പെട്ട നികുതികൾ നഷ്ടപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ക്യാമ്പസിലെ ജൂതവിരുദ്ധതയ്ക്കെതിരെ പോരാടാൻ വേണ്ടി സർവകലാശാല നിയമനങ്ങൾ, പ്രവേശനം, അധ്യാപന രീതികൾ എന്നിവയിൽ മാറ്റം വരുത്തണമെന്ന് സർക്കാർ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് തങ്ങളുടെ സമൂഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് തിങ്കളാഴ്ച ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിച്ച ആദ്യത്തെ പ്രധാന US സർവകലാശാലയായി ഹാർവാർഡ് മാറി. സർവകലാശാലകളെയും നിരവധി ചാരിറ്റികളെയും മതഗ്രൂപ്പുകളെയും ഫെഡറൽ വരുമാന നികുതി അടക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറുകയോ ചെയ്താൽ ഈ വിലയേറിയ നികുതി ഇളവ് നീക്കം ചെയ്യാൻ കഴിയും. ഈ പഴുതുകളെ കൂട്ടുപിടിച്ചാണ് ട്രംപ് സർക്കാർ യൂണിവേഴ്സിറ്റികൾക്കെതിരെ വാളെടുക്കാൻ ഒരുങ്ങുന്നത്. ഹാർവാർഡ് ക്ഷമാപണം നടത്താൻ ട്രംപ് കാണാൻ ആഗ്രഹിക്കുന്നതായും ഹാർവാർഡ് ക്ഷമാപണം നടത്തുകയും വേണമെന്നും കൂടാതെ ജൂത വിദ്യാർത്ഥികളോട് സർവകലാശാല മാപ്പ് പറയണമെന്നും വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടു. വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ട സമൂല മാറ്റങ്ങൾ ഹാർവാർഡിന്റെ പ്രവർത്തനങ്ങളെ മാറ്റിമറിക്കുകയും സർക്കാരിന് വലിയൊരു പരിധിവരെ നിയന്ത്രണം വിട്ടുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. അമേരിക്കൻ മൂല്യങ്ങളോട് ശത്രുത പുലർത്തുന്ന വിദ്യാർത്ഥികളെ ഫെഡറൽ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക, ഓരോ അക്കാദമിക് വകുപ്പും വൈവിധ്യമാർന്ന കാഴ്ചപ്പാട് ഉള്ളതാണെന്ന് ഉറപ്പാക്കുക, കൂടാതെ ഏറ്റവും കൂടുതൽ സെമറ്റിക് പീഡനത്തിന് കാരണമാകുന്ന പ്രോഗ്രാമുകളും വകുപ്പുകളും ഓഡിറ്റ് ചെയ്യുന്നതിന് സർക്കാർ അംഗീകൃത കക്ഷിയെ പുറത്തുനിന്ന് നിയമിക്കുക എന്നിവയായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം ഗാസയിലെ യുദ്ധത്തിനെതിരെയും ഇസ്രായേലിനുള്ള US പിന്തുണയ്ക്കെതിരെയും രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ പ്രതിഷേധമുയർന്നപ്പോൾ ഈ പ്രമുഖ സർവകലാശാലകൾ ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചു. കൂടുതൽ UK, USA, യൂറോപ്യൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.